കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണ്. അതുകൊണ്ട് വരുമാനം സ്വയം കണ്ടെത്തണം. സർക്കാർ ഇപ്പോൾ നൽകുന്ന സൗജന്യങ്ങൾ അതേപോലെ ധനികർക്കും നൽകേണ്ടതുണ്ടോ എന്നാണ് നവകേരളത്തിനായുള്ള പൊതുവഴികളുടെ ചർച്ച മുന്നോട്ട് വയ്ക്കുന്നത്. സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക സെസ് ഏർപ്പെടുത്താനും ആലോചിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിന് സ്വകാര്യ നിക്ഷേപവും സ്വീകരിക്കും. പക്ഷേ അതൊരിക്കലും കേന്ദ്ര മാതൃകയിലുള്ള വിറ്റുതുലയ്ക്കലല്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. ചരടുകളില്ലാത്ത മൂലധന നിക്ഷേപങ്ങളെ രാജ്യത്തിൻ്റെ താല്പര്യത്തിനു വേണ്ടി, ജനങ്ങളുടെ താല്പര്യത്തിനു വേണ്ടി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കാഴ്ചപ്പാടാണ്. പൊതുചർച്ചയിൽ സ്വയം വിമർശനങ്ങൾ ഉയർന്നു. സ്ത്രീപക്ഷ നിലപാടിൽ പാർട്ടിക്ക് ആത്മാർത്ഥതയില്ലെന്ന് കണ്ണൂരിൽ നിന്നുള്ള വനിതാ പ്രതിനിധി ഉന്നയിച്ചു. പൊതുചർച്ചയിൽ പങ്കെടുത്ത് SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് K. അനുശ്രീയാണ് സംസാരിച്ചത്. സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്ന മുഖ്യമന്ത്രിയെ പ്രശംസിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് കണ്ണൂർ ജില്ലക്കാരോട് പ്രത്യേക മമതയെന്നാണ് വിമർശനം. കയർത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഭാഗത്തെ മറക്കരുത് എന്നാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചത്. ആശാപ്രവർത്തകരുടെ സമരം പ്രതിപക്ഷ പാർട്ടികൾക്ക് ആയുധമാക്കാനുള്ള അവസരം നൽകരുതായിരുന്നു എന്ന വിമർശനവും ഉയർന്നു. സംഘടനാ റിപ്പോർട്ടിൽ മന്ത്രിമാരോട് മൃദു സമീപനമായിരുന്നെങ്കിൽ പ്രതിനിധികൾക്ക് ആ മമതയില്ലായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും എല്ലാം സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വരേണ്ടതാണ്. ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണേണ്ടത്. എന്നാൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും ആ രീതിയിലുള്ള വിമർശനങ്ങൾ, നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിമർശനമൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വരുന്നു എന്നുള്ള സംസ്ഥാന സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് സഖാക്കൾ പറഞ്ഞു വന്നത്. പൊതുചർച്ച നാളെയും തുടരും. നവകേരള രേഖയിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടക്കും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.